ഇവിടുത്തെ പൂർത്തിയായിട്ടില്ലല്ലോ. ഇനിയുണ്ടാവുമോ ചോദിക്കാൻ. ഇപ്പോൾ ഇടപെട്ടതിൻ്റെ ഫലമാണല്ലോ അവരാലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടുംബങ്ങൾക്ക് സാധാരണ നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ കാശ് കൊടുത്തിട്ടൊന്നും നമ്മളെ മകനെ കൊലപ്പെടുത്തിയതിന് രക്ഷപ്പെടുത്താൻ പോകണ്ട എന്ന് ചിന്തിക്കുന്നവരുണ്ടാകുമല്ലോ. അതുപോലെ അവർ ചിന്തിച്ചിട്ടുണ്ടോ ഇല്ലേ, അവരുമായി സംസാരിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമുക്കറിയില്ല. അത് സംസാരിക്കാൻ ഉള്ള ആളുകൾ അവിടുത്തെ പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാരും ജഡ്ജിമാരുമായി സംസാരിച്ചിട്ടാണ് ഇങ്ങനെ നീട്ടിവെക്കാൻ അവർ ഉത്തരവിട്ടിട്ടുള്ളത്. ഇന്ത്യ ഗവൺമെൻറ്റിനെ ഈ കാര്യം ഞാൻ അറിയിച്ചിട്ടും ഉണ്ട്. ഞങ്ങളിങ്ങനെ ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ സ്റ്റേജ് ഇപ്പോൾ ഇന്നതാണ് എന്ന് വരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് അയച്ചിട്ടും ഉണ്ട്. അതൊക്കെ അവർക്ക് അറിയാവുന്നതാണ്. തുകയും ഒന്നും ഞാൻ ചോദിക്കേണ്ട ആളല്ല, ഞാൻ കൊടുക്കുന്ന ആളുമല്ലല്ലോ. അതുകൊണ്ട് എത്ര തുക എന്നൊന്നും ചോദിക്കേണ്ട ആൾ ഞാനല്ലാത്തതുകൊണ്ട് ഞാനതൊന്നും ചോദിച്ചിട്ടില്ല. കാരണം ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്നെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്ന നിലക്ക് തന്നെ. നമ്മൾ പണ്ടും ഇന്നും ഏത് കാലവും ഞങ്ങളുടെ മുസ്ലിം എന്ന അഡ്രസ്സിൽ നോക്കുന്നത് ഞങ്ങളുടെ പള്ളികളിലും കോളേജുകളിലുമൊക്കെയാണ്. പൊതുവിഷയത്തിൽ ജാതിയോ മതമോ ഒന്നും നോക്കാറില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ ഉണ്ടായിരിക്കാം. തുടക്കം മുതൽ തന്നെ ഇവർ സ്വീകരിച്ചത് ഒരു സ്വാഗതാർഹമായിട്ടുള്ള നിലപാടാണോ, അല്ലെങ്കിൽ ഏത് ഘട്ടം മുതലാണ് ഇവർ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടുള്ളത്? അത് അവിടെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളൂ. ഞാൻ വളരെ ദൂരെ ഇന്ത്യയിലല്ലേ ഇപ്പോൾ ഉള്ളത്. അവരവിടെയാണ് എന്താ സ്വീകരിച്ചത് എന്നുള്ളതൊക്കെ സംസാരിച്ചവർക്കല്ലേ അറിയുള്ളൂ. വഴിമുട്ടി നിന്നിട്ടുണ്ടോന്നൊന്നും നമ്മളതിൻ്റെ വിശദാംശം കണ്ടിട്ടും കേട്ടിട്ടുമില്ല. നമ്മൾ അവിടുത്തെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാരെയാണ് അറിയിച്ചത്. അവർ പറഞ്ഞാൽ ആ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുന്ന അത്രയും വലിയ ഉയർന്ന പണ്ഡിതന്മാരാണ്. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടാകും. ഒരു വിഷയത്തിൽ ഒരു 2 മിനിറ്റ് കൊണ്ട് തീരുമാനിക്കാവുന്നതല്ലല്ലോ. ചില ചർച്ചകളും ആലോചനകളും എല്ലാം നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ ഇടയിലൊക്കെ സംസാരിച്ചുകൊണ്ടുണ്ട്. ആവശ്യമുള്ള സമയത്തൊക്കെ സംസാരിക്കണം. കുടുംബവുമായിട്ടുള്ള ആലോചനയ്ക്ക് വേണ്ടിയാണ് നിർത്തിവെച്ചത് എന്ന് പറഞ്ഞത് അവർ പറഞ്ഞിട്ടാണല്ലോ. അവർ പറയാതെ നമ്മൾ സ്വന്തമായി പറയില്ലല്ലോ. ഇടപെട്ടിട്ട് എത്ര ദിവസമായി അത് നിങ്ങൾക്കൊക്കെ അറിയാലോ. അത് അവരെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഇടപെട്ടിട്ടുണ്ടാവും. നമ്മൾ അവരോട് പറഞ്ഞു അവർക്ക് സാഹചര്യവും സൗകര്യവും അനുസരിച്ച് അവർ ഇടപെട്ട് കാണും. നമ്മളതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. ഓക്കെ, എല്ലാവരും ഈ മനുഷ്യത്വപരമായ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ വന്നെത്തിയതിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ സന്തോഷം അറിയിക്കും.